കൂർക്ക മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ചൈനീസ് പൊട്ടാറ്റോ നമ്മൾ സ്റ്റർ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സൈഡ് ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂർക്ക മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ കൂർക്കയാണ് എടുത്തു വെച്ചേക്കുന്നത്. അത് മൊത്തം ആദ്യം ഒന്ന് പറ്റിച്ചെടുക്കാം. കൂർക്ക വെള്ളത്തിൽ തന്നെ ഇടുക, അല്ലേ ഇതേപോലെ കളർ മാറും. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. അപ്പം വേവിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഏകദേശം 1-1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൂർക്ക ഒന്ന് വേവിച്ചെടുക്കുക. നല്ലൊരു തിള വന്ന ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കൂർക്ക നന്നായിട്ട് വേകുന്നവരെ വേവിച്ചെടുക്കുക. അപ്പം ഞാൻ കൂർക്ക പാത്രത്തിലേക്ക് ഇട്ടപ്പോൾ കൂർക്കയുടെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടെ ചേർത്തു. മൊത്തം ഏകദേശം ഒരു 1-1.5 കപ്പ് വെള്ളം കാണും ഇതിനകത്ത്. അത്രയും ചേർത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ലെവലിലാണ് വെള്ളം കിടക്കുന്നത്. ആ രീതിയിൽ എടുത്തു. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു തുടങ്ങി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഒരു 10-12 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ട്. കൂർക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഈ വെള്ളം പറ്റാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം പറ്റുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നോക്കിയാൽ വെള്ളം എല്ലാം പറ്റി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമുക്കിത് ഒലത്തിയെടുക്കണം. ഒലത്താനായിട്ട് ഒരു പാൻ വെക്കാം. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാനായിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു പിടി, ഏകദേശം ഒരു 25 ഗ്രാം ഉണ്ടാവും. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ നമ്പർ പറയാത്തത്. ഏകദേശം ഒരു 20-25 വെളുത്തുള്ളി ഉണ്ടാവും. അത് ചതച്ചെടുക്കാം. അതേപോലെ 50 ഗ്രാം ചുവന്നുള്ളി, ഇതും ഒരു 20-25 എണ്ണം ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഒരു 5-6 എണ്ണം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒപ്പം ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ചതച്ച് വെച്ച മുളക് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എൻ്റെ കൂടെ ക്രഷ് ചെയ്തിട്ടില്ല. എണ്ണ ചൂടാവുമ്പോൾ ഈ ക്രഷ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു റോസ്റ്റ് ചെയ്തൊരു സ്മെല്ല് വരണം, അതുവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ കൂർക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ വെളുത്തുള്ളി നന്നായിട്ട് നമ്മൾ ചേർക്കും. വെളുത്തുള്ളി കുരുമുളകൊക്കെ നന്നായിട്ടുള്ളത് കൂർക്കയ്ക്ക് നല്ല രുചിയാണ്. അപ്പം അതേപോലെ തന്നെ നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുന്ന മിക്സ്ചർ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ചെടുത്ത് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ കേട് കൂടാണ്ടിരിക്കും. കൂടുതൽ നാൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നാൾ സൂക്ഷിച്ചേക്കാം. അപ്പോൾ ആവശ്യമുള്ള അനുസരിച്ച് എടുത്തിട്ട് ഇതേപോലെ ഒലത്തിയെടുത്താൽ മതി. ഇതിലേക്ക് ചതച്ച മുളക് നമ്മുടെ എരിവിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കുക. ഞാനൊരു 1.5 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർക്കുന്നത്. അതേപോലെ തന്നെ കുരുമുളക് 1 ടീസ്പൂൺ ചേർത്തു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കൂർക്ക ചേർക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അലത്തിയെടുക്കുക. എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി ഒലത്തുവാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ അതുപോലെ വലിയ പാത്രം ഉപയോഗിച്ച് ഒലത്തിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം.
കിടന്ന് നന്നായിട്ട് വളരട്ടെ. അപ്പം നമ്മൾ വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 minutes ആയി. കുറച്ചുകൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പം നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഈ ഒരു പരുവം മതിയെങ്കിൽ ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ നല്ലതാണ്. കുറച്ചുകൂടെ മുരിഞ്ഞ കിട്ടാൻ ഇഷ്ടമെങ്കിൽ ഒരു 10-15 മിനിറ്റ് വളർത്തിയെടുക്കുക. ഏകദേശം ഒരു 13 മിനിറ്റോളം കുക്ക് ചെയ്തു. കൂടുതൽ മുരിച്ച് എടുക്കണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇതിനകത്തേക്ക് കുരുമുളക് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുരുമുളക് ലാസ്റ്റ് കുറച്ച് ചതച്ച് ചേർത്താലും നല്ല രുചിയാണ്. ഇപ്പോൾ ഒരു പാകത്തിനുള്ള എരിവേ ഉള്ളൂ, വളരെ കുറച്ച് എരിവേ ഉള്ളൂ. ഇപ്പോൾ കൂർക്ക മെഴുക്കുവരട്ടി നമ്മൾ ഇതേപോലെ നല്ല മുരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് മട്ടയരിച്ചോറിൻ്റെ ഒപ്പം. മട്ടയരിച്ചോറിൻ്റെ ഒപ്പം കൂർക്ക മെഴുക്കുവരട്ടിയും നമ്മൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒപ്പം ചമ്മന്തിയും തൈരോ അല്ലെങ്കിൽ മോര് കട്ടിമോരും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ബീഫ് വളർത്ത് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ ഒക്കെ നല്ല കോമ്പിനേഷനാണ് പച്ചമോരിൻ്റെ ഒപ്പം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.